അപ്പം മോള് പോകാൻ തീരുമാനിച്ചു അല്ലേ? ഇവിടുത്തെ എൻ്റെ ജോലി അവസാനിച്ചു അമ്മേ. അപ്പം മോൾ എന്നെ പോലെ കിടപ്പ് രോഗികളുള്ള വീട്ടിലോട്ടായിരിക്കും ഇല്ലേ? അല്ലാതെ തരമില്ലല്ലോ. ഏജൻസി ഏൽപ്പിച്ചിടങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു. എന്നാൽ ഒന്നുണ്ടമ്മേ, ആരാലും ഉപേക്ഷ കട്ടിൽ അഭയമായി തീർന്ന അവർക്ക് തുണയാണ് ഞാൻ. ഹോം നേഴ്സ് ആണെങ്കിലും അമ്മച്ചിയെപ്പോലെ സ്നേഹനിധിയായ അമ്മമാരെ ഊണും ഉറക്കവും ഇല്ലാതെ പരിചരിച്ചിട്ടുണ്ട്. ഹ്രസ്വ ചിത്രങ്ങൾ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ സമയത്തിനുള്ളിൽ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാകുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയുള്ള ഒട്ടേറെ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ ഒരുമിച്ച രണ്ട് കലാകാരന്മാരാണ് നെടുങ്കുന്നം വി കുമാറും പ്രമോദ് ചമ്പക്കരിയും. വാഴൂർ മൗലികയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ഹോം നേഴ്സാണ് ഇവരുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. പ്രണയിച്ച് വീട് വിട്ടിറങ്ങിയ യുവതിക്ക് പിന്നീടൊരിക്കൽ സ്വന്തം വീട്ടിൽ ഹോം നേഴ്സായി എത്തേണ്ടി വരുന്നതാണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കം. താൻ പുച്ഛത്തോട് പറഞ്ഞ ഹോം നേഴ്സ് തന്നെയാ. എടോ, മരണം കാത്തു കിടക്കുന്ന കിടപ്പ് രോഗികളെ മക്കൾ ഏതെങ്കിലും ഹോം നേഴ്സിന്റെ പരിചരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവരവരുടെ പാട് നോക്കിപ്പോ ജീവിത അവസാനം വരെ പൊട്ടിയൊലിച്ചതും എഴുന്നേൽക്കാൻ വയ്യാത്തവരുടെ മലവും മൂത്രവും ഒക്കെ എടുത്ത് അവരെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് ശുശ്രൂഷിക്കാനും. മനസ്സ് തെറ്റായ ചിന്തകളിലേക്ക് കടന്നാൽ പ്രത്യാഘാതം അപകടകരമായേക്കുമെന്ന മുന്നറിയിപ്പും വിവിധ കഥാപാത്രങ്ങളിലൂടെ ഹ്രസ്വചിത്രം നൽകുന്നു. ഇനിയും അന്യമായി പോകാത്ത നാട്ടിൻപുറ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികളും ചിത്രം വരച്ചു കാട്ടുന്നു. നീ എൻ്റെ കൃഷ്ണമോളല്ലേ? ഞാൻ നൊന്തു പ്രസവിച്ച കൃഷ്ണവേണി. നെടുങ്കുന്നം വി കുമാർ രചിച്ച് പ്രമോദ് ചമ്പക്കര സംവിധാനം ചെയ്ത ഈ ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇരുവരും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഷോർട്ട് ഫിലിം രംഗത്ത് സജീവമാണ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ്. സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തിരുവനന്തപുരത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. കൃഷി സാറ് തുടങ്ങി വെച്ചായിരുന്നു. അവിടെ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ആദ്യകാലത്ത്. അത് കഴിഞ്ഞ് കുറേ ഫിലിമുകൾക്ക് അസിസ്റ്റൻ്റായിട്ടും പിന്നെ ആഡ് ഫിലിമുകൾക്കും ഒക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശേഷമാണ് ഞാനും വിജയകുമാർ ചേട്ടനുമായിട്ട് ചേർന്ന് നിരവധി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ 8-9 ഷോർട്ട് ഫിലിമിൽ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്, ഹോം നേഴ്സ് എന്ന് പറഞ്ഞ വർക്കുമായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സംരംഭത്തിൽ എത്തിച്ചേരുകയായിരുന്നു ആദ്യമായിട്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലവിധ കഥകളും ആലോചിച്ച് വെച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ജനകീയ സാധ്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വർക്ക്, അങ്ങനെ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് എന്താണെന്നുള്ള ആലോചിച്ച് ഞങ്ങൾ കണ്ടെത്തിയത് ഈ ഹോം നേഴ്സുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് നമുക്ക് ചെയ്താലോ എന്ന് ഞങ്ങൾ കൂടി ആലോചിക്കുകയും അങ്ങനൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അതിനകത്ത് എത്തിച്ചേർന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40 വർഷങ്ങൾക്ക് മേലെയായി കഥാലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നിരവധി നാടകങ്ങൾ അമച്ചറായിട്ടാണെങ്കിലും പ്രൊഫഷണലായിട്ടും എഴുതി രംഗത്ത് അവതരിപ്പിക്കേണ്ട അതായി എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ചരിത്രമുണ്ടാകുന്നു. പിന്നെ അതിലും പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് ഒരു 7 ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനായിട്ട് ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിൽ എനിക്ക് പ്രചോദനം ഉണ്ടായത് നാഷണൽ ഹെൽത്ത് മിഷൻ കോട്ടയം ജില്ലാ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് മികച്ച തിരക്കഥാകൃത്തിനും ഒപ്പം സംവിധായകനുള്ള ഒരു അവാർഡ് അവിടുന്ന് ലഭിക്കുകയുണ്ടായി. പിന്നീടാണ് എനിക്ക് ഈ ഷോർട്ട് ഫിലിം മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞതും ഈ നിരവധി യൂട്യൂബിൽ കൂടി എനിക്ക് ഇത് റിലീസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നു. ഹോം നേഴ്സ് എന്ന ഈ ഷോർട്ട് ഫിലിം ചെയ്യുവാനുണ്ടായ സാഹചര്യം, ഞാൻ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഇപ്പോൾ റിട്ടയർഡായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ചില നേഴ്സുമാരുടെ കഥകളും ഇനി ഹോം നേഴ്സുമാരുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ ഹോം നേഴ്സായി ജോലിക്ക് വരേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഇതിനിടയിൽ വീണ് കിട്ടി. അങ്ങനെ ആ കഥയെ ഞാൻ ഷോർട്ട് ഫിലിമാക്കി മാറ്റുകയായിരുന്നു. അത് സംവിധാനം ചെയ്തിരിക്കുന്ന പ്രമോദ് ചമ്പക്കരാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഭദ്രമായിരുന്നു. ഒട്ടേറെ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രശാന്ത് മണിമലയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. മനു ക്യാം സ്ക്വയർ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നു. സരോഷ് പി എ, രാജ് മധുരൈ, മനീഷ് ആനിക്കാട്, ജോഷി ജോസഫ് എന്നിവരാണ്
മറ്റ് അണിയറ പ്രവർത്തകർ ഷാർലറ്റ് സജീവ്, അനൂപ് എബ്രഹാം, സനുഷ് കോട്ടയം, ശ്രീദേവി ചമ്പക്കര, മോൻസി, ഗോപൻ നെടുകുന്നം, MS ഇടമുറി, സിന്ധു പാല, ജൂലിയറ്റ് സജീവ്, മണി, ഷൈനി മനോഹരൻ, രാജേഷ്, അരുൺ സുനു, നിമിഷ കൃഷ്ണ, ഋഥവ്, ബിനു ചിന്നാപ്പി എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.